എന്റെ പേര് സൂബി, ബ്രദറിന്റെ വൈഫാണ് ഞാൻ. പ്രിയപ്പെട്ടവർ സുഖമായിരിക്കുന്നുവല്ലോ അല്ലെ? കൊറോണയുമായി ബന്ധപ്പെട്ട കുറച്ച് അസ്വസ്ഥതകളൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾക്ക് കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് വീട്ടിലായിരിക്കാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മുടെ ഒത്തിരി രാജ്യങ്ങളില് മരിക്കുകയും ഒരുപാട് ജനങ്ങൾ അസുഖമായി, കൊറോണയുമായി ബന്ധപ്പെട്ട അസുഖമായി ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ മരിച്ചവർക്ക് വേണ്ടിയും അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ സമയം അല്പനേരം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ ഉത്കണ്ഠകൾ, അതോടൊപ്പം തന്നെ ലോകമാകെ രോഗബാധിതരായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവര്, അവരെ പരിചരിക്കുന്നവര്, രോഗം മൂലം മരണമടഞ്ഞവര്, അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യാഘാതം പലവിധ രീതികളിൽ ലോകരാഷ്ട്രങ്ങളെ ബാധിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ പല മാനസികവും ഭൗതികമായ പലവിധ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിധേയമാണ്. ദൈവം അറിയാതെയല്ല ഒന്നും സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ തലമുടിയിലോളം എണ്ണുന്ന ദൈവത്തിന്റെ പരിപാലനയിൽ ഇതൊന്നും യാദൃശ്ചികമല്ല എന്ന് നമുക്കറിയാം. ഒത്തിരിയേറെ കേടുപറ്റിയിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തുന്നതിനായി നമുക്ക് സൃഷ്ടാവായ ദൈവത്തെ തന്നെ നമുക്ക് ഫലമേൽപ്പിക്കാം, അവിടത്തേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശുശ്രൂഷയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ സവിശേഷമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. IHS മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വളരെ ഭക്തിയോടുകൂടി, വലിയ വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക ദൈവവും ഏക രക്ഷകനും സർവസ്വമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ട മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ഈ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് സഭയുടെ വിശ്വാസ പ്രമാണം വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ IHS മിനിസ്ട്രി ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC അതിനെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 12ാം ക്ലാസ് വരെ മാത്രമാണ് നമുക്ക് മതബോധന ക്ലാസ്സുകൾ ലഭിച്ചിരുന്നത്. വളരെ ചുരുങ്ങിയ സമയമായിരുന്നു നമുക്കത് ലഭിച്ചിരുന്നത്. അതുപോലും പലപ്പോഴും നമ്മൾ പങ്കെടുത്തിരുന്നത് വളരെ താല്പര്യം കൊണ്ടും കൂടിയായിരുന്നില്ല. പിന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ധ്യാനങ്ങളിൽ കൂടിയും ഇടവകളിലുള്ള കൂട്ടായ്മകളിൽ കൂടിയും ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സഭയെക്കുറിച്ച് ആധികാരികമായി അറിയുവാനുള്ള ഒരു സോഴ്സ് അത് വളരെ പരിമിതമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സഭ പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ വേണമെന്ന് പല രൂപതകളിലും പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പല രൂപതയിലൊക്കെയാണ് പിന്നെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നത്. പല രൂപതയിൽ എനിക്ക് തോന്നുന്നു എല്ലാ കുടുംബങ്ങളിലും തന്നെ ഈ പുസ്തകം വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുന്നു. അത് ഈ വിശ്വാസവർഷം പ്രഖ്യാപിച്ച സമയത്ത് ബെന്ഡിക്ട് പാപ്പ പറഞ്ഞിരുന്നു, എല്ലാ കുടുംബങ്ങളിലും പുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരും ഉപയോഗിക്കണം പറഞ്ഞിരുന്നു. പക്ഷെ അതേക്കുറിച്ചുള്ള നമ്മളുടെ എന്തുമാത്രം ഉപയോഗിച്ചെന്നൊക്കെ ഉള്ളത് ഇപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഈ മതബോധന ഗ്രന്ഥം. അപ്പൊ നമുക്ക് ആ പുസ്തകത്തെ കുറിച്ചുള്ള നമ്മൾ പിന്നെ സൂചി പറഞ്ഞതുപോലെ നമ്മൾ ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠന പരമ്പര പല എപ്പിസോഡുകളായിട്ട് നമ്മളിങ്ങനെ പങ്കുവയ്ക്കുന്നതാണ് ഈ ശുശ്രൂഷ. ഇന്ന് ആമുഖമാണ്, നമ്മൾ കാര്യമായ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം. പുസ്തകം ഇതാണ്. 1992 വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ സമയത്താണ് ഇത് പുറത്തിറക്കിയത്. 2865 ഖണ്ഡികളുള്ള ഒരു പുസ്തകമാണിത്. ഇതിനെ പൊതുവായിട്ട് 4 തിരിച്ചിരിക്കുകയാണ്, 4 ഭാഗങ്ങൾ തിരിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് ജീവിക്കുന്നു, എന്ത് ആഘോഷിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ 4 തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഇത് ഓരോ ഖണ്ഡിക എടുത്ത് പഠിക്കാൻ സമയം നമുക്കില്ല. എന്നാലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി ഒരു വലിയ തീക്ഷ്ണത ജനിപ്പിക്കത്തക്ക രീതിയിൽ, അതേസമയം തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ പഠന സമയത്ത് തന്നെ ബോധ്യമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കത്തോലിക്കാ സഭ നമുക്ക് ഈ പുസ്തകം തന്നിരിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഈ പുസ്തകം നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതൊന്ന് വിവരിക്കാമോ? ഒന്നിപ്പം സൂര്യ പറഞ്ഞത് തന്നെ, അതായത് പറഞ്ഞല്ലോ സഭയിൽ നമുക്ക് ഒരു 12ാം ക്ലാസ്സിന് ശേഷം അതായത് ഒരു അപ്ഡേഷൻ ഇല്ല, അതായത് വിശ്വാസികൾക്ക് മുതിർന്നവർക്കുള്ള ഒരു അഡൽറ്റ് കാറ്റഗറിസം ഒരു ലഭ്യമല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ പുസ്തകം ലഭിക്കുന്നത്. നമുക്ക് പറഞ്ഞു ആ പുസ്തകം ലഭിച്ചുവെങ്കിൽ നമുക്കത് കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ വീടുകളിലുണ്ട്, ഒത്തിരി നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ IHS മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് നമുക്ക് ഒത്തിരി പേർക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും, അവർക്ക് സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമുക്കറിയാം ആദിമസഭ തൊട്ട് ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ കൂടിയും സംഘർഷങ്ങൾ കൂടിയാണ് സഭാമകൾ കടന്നു പോയിട്ടുള്ളത്. അത്രയും എന്ന് പറയാൻ പറ്റില്ല തന്നെയും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു സംഘർഷ സമയമാണ് ഈ കൊറോണ ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസത്തിന്റെ വലിയൊരു ഉറപ്പും ജ്വലനം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്കുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധരായുള്ള ക്രിസ്ത്യാനികൾ പ്രതിസന്ധികളെ അതിജീവിച്ചത് വിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് സഭയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ഒന്നുകൂടി ജ്വലിപ്പിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ക്രിസ്തുവിന് ശരിയായ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തയ്യാറാക്കുക എന്നാണ് നമ്മൾ ഈ ശുശ്രൂഷ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ അത് നമ്മൾ ഇന്ന് മുതൽ ഒന്നും കൂടെ ഒന്ന് വിവരിച്ചു പറയുകയാണെങ്കിൽ, അതായത് കത്തോലിക്ക സഭ എന്തിനാണ് വിശ്വാസികൾക്ക് ഈ പുസ്തകം നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അതുകൂടെ ഒന്ന് പറയുവാനും. അതായത് നമ്മൾ സാധാരണ കരുതുന്നത് സഭയിലെ കാര്യങ്ങളൊക്കെ, സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വൈദികരിലും സന്യാസത്തിലും മെത്രാന്മാരിലും ഒക്കെ മാത്രമാണ് അത് ആവശ്യമായിരിക്കുന്നത്. വിശ്വാസികളായ കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ സഭയുടെ കാഴ്ചപ്പാടതല്ല. അതായത് സഭയുടെ മാത്രം പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ മുതൽ എഫേസസ് ലേഖനത്തിലൊക്കെ 4ാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഓരോ വിശ്വാസിയും
ജ്ഞാനത്തിലും പിന്നെ വിശുദ്ധിയിലും പരിപൂർണ്ണത പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വിശ്വാസിയെയും കുറിച്ചുള്ള സഭയുടെ ആഗ്രഹം വിശ്വാസികൾ ഓരോരുത്തരും സഭയെക്കുറിച്ചും സഭാസനങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. വിശുദ്ധനായ വിശുദ്ധനായ പോൾ ആറാം പാപ്പയുടെ എക്ലേസിയ സുവാൻ എന്നുള്ള ഒരു ചാക്രിലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസികൾ ഈ സഭയെക്കുറിച്ചുള്ള അറിവിൽ കാര്യമായിട്ട് പുരോഗമിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ മറ്റ് സഭകളിലൊക്കെയാണ്, ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെയാണ് നമുക്ക് വിശ്വാസ രൂപീകരണത്തിന് ബൈബിൾ മാത്രം ഉപയോഗിക്കുന്നത്. മറ്റു സഭകളിലൊക്കെ ബൈബിൾ മാത്രം ഒരു വിശ്വാസ സംഹിതയായിട്ട് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും വിശ്വാസത്തിന്റെ ഒരു സമഗ്രമായ സംഭാവന പ്രദാനം ചെയ്യുന്നു. അതായത് വിശ്വാസത്തിന്റെ സമഗ്രതയ്ക്ക് വേണ്ടിയിട്ട് സഭ നമുക്ക് നൽകുന്നത് വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ ഈ സഭയുടെ പ്രബോധനം കൂടിയാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് പലപ്പോഴും പലർക്കും ഈ ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഒരു സംശയം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ സഭയുടെ പ്രബോധനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വന്ന് എടുത്ത് നോക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇനി അത് ഉണ്ട്, അത് വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ ആ പുസ്തകം എടുത്ത് അതിലോട്ട് ഒരു സംശയം നോക്കുന്നവരോ ആ പുസ്തകം കയ്യിലെടുത്ത് അതൊന്ന് വായിക്കുന്നവരോ വളരെ കുറവാണ്. പലരും പറയുന്നത് ഈ പുസ്തകം ദഹിക്കില്ല എന്നാണ് പറയുന്നത്, വായിച്ചാൽ ദഹിക്കില്ലെന്ന്. ദഹിക്കില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാൽ വിശ്വാസികൾക്ക് അത് മനസ്സിലാകുവാൻ നമ്മളത് ഏത് രീതിയിൽ ഈ പുസ്തകം വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് പിന്നെ നമ്മുടെ IHS കോഴ്സ് സമയത്തൊക്കെ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈ പുസ്തകം ഞങ്ങൾ വായിക്കാൻ മനസ്സിലാകുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സഭയുടെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടാകുമ്പോൾ ഈ പുസ്തകം നമ്മളൊരു ആൻസർ തേടാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ പുസ്തകം ഉപയോഗിക്കുന്നു എന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഈ പുസ്തകം വായിക്കാനായിട്ട് വിശ്വാസികൾക്കുള്ള ഒരു വലിയ സംഘർഷം, അത് മുമ്പ് സൂചിപ്പിച്ച പോലെ IHS മിനിസ്ട്രിയിൽ നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, മുമ്പ് സൂചിപ്പിച്ചവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഭക്ഷണം നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല വലിയവർ കഴിക്കുന്നത്. വലിയവർക്കുള്ള ഭക്ഷണം ചെറിയ കുട്ടികൾക്ക് ഗ്രഹിക്കുകയാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി സഭ നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഈ കാറ്റഗിസം അല്ലെങ്കിൽ രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു ആത്മീയ കാര്യങ്ങൾ തന്നെ മുഴുകി നിന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകത്തെ സമീപിച്ച് കഴിയുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനുള്ള സാധ്യത വളരെ കുറയും. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, വിശ്വാസികൾക്ക് കുറച്ചൊക്കെ അറിവുണ്ട്, ബൈബിള് നമ്മൾക്ക് വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ജീവിക്കേണ്ടതും ആവശ്യമാണെന്ന അറിവുണ്ട്. അതേസമയം തന്നെ സഭയുടെ പ്രബോധനങ്ങൾ അതുപോലെ നമുക്ക് ആവശ്യമാണെന്നുള്ള അറിവില്ല. നമുക്കൊരു കാര്യം ആവശ്യമാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് എഫേർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകും. പക്ഷെ പിന്നെ സഭയുടെ പുസ്തകങ്ങൾ മാത്രമല്ല, കത്തോലിക്ക സഭ പോലും വിശ്വാസ ജീവിതത്തിന് അത്യാവശ്യമാണെന്നുള്ള അറിവ് പലപ്പോഴും ഇല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പലപ്പോഴും സഭയും സഭയുടെ ആധികാരിക ഗ്രന്ഥങ്ങളും ഒക്കെ വിശ്വാസികൾക്ക് തന്നെ ഒരു അലർജി, ഒരു ദഹനക്കേട് സൃഷ്ടിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സഭയിൽ വെളി ലഭിച്ചിരിക്കുന്ന വിശുദ്ധരാകട്ടെ എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ച്. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് സഭയിൽ വെളി ലഭിച്ചിരിക്കുന്ന വിശുദ്ധരാകാൻ വേണ്ടിയാണ്. വിശുദ്ധരാകാൻ വേണ്ടി ഇപ്പം കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ 2518 ആ ഖണ്ഡിക വായിക്കാം. 2518 ഖണ്ഡിക വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗം 518 അല്ലേ? സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ഖണ്ഡിക 2518. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുത്തുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്നത് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 3 തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് വിശുദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ചില പരിമിതമായ ചില കാര്യങ്ങളാണ് വിശുദ്ധിയെ കുറിച്ചുള്ളത്. എന്താണ് വിശുദ്ധി എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു? സ്നേഹം, ശുദ്ധത അഥവാ ലൈംഗിക നീതിനിഷ്ഠ, സത്യത്തോടുള്ള സ്നേഹവും
മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ. സ്നേഹം അഥവാ ശുദ്ധത, ശുദ്ധത അഥവാ ലൈംഗിക നിഷ്ഠ, സത്യത്തോടുള്ള സ്നേഹവും, വിശ്വാസത്തിന്റെ സത്യാവസ്ഥ. അതായത് ഇപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ മേഖലയിലും വിശുദ്ധി ആവശ്യമുള്ളതാണ് സംഭവം പഠിപ്പിക്കുന്നത്. അപ്പൊ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് വൈകാരികമായ രീതിയിലുള്ള ഒരു വിശുദ്ധി മാത്രമല്ല, വിശ്വാസത്തിന്റെ മേഖലയിൽ നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. പിന്നെ ഈ ഇതേ കാറ്റഗിസത്തിന്റെ നമ്പർ 89 പഠിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ മേഖലയിലെ വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതായത് തെളിഞ്ഞ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദിമസഭ മുതൽ കൈമാറ്റപ്പെട്ട് കിട്ടിയ വിശ്വാസമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈശോ നമുക്ക് വെളിപ്പെടുത്തിയതും സഭ നൽകുന്നതുമായ ആ ഒരു സത്യവിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് വിശ്വാസത്തിന്റെ വിശുദ്ധി, അതുവഴി നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ദൃഢത ലഭിക്കുമെന്നാണ് പറയുന്നത്. വിശുദ്ധി കൈവരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗിസത്തിന്റെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അതൊരു ആമുഖമാണ്. ഞങ്ങൾ എന്താ വാസ്തവത്തിൽ നമ്മൾ ഈ ശുശ്രൂഷ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് സൂചിപ്പിക്കുക മാത്രമായിരുന്നു. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നാളെ മുതൽ പഠനം ആരംഭിക്കും. കാറ്റഗിസത്തിന്റെ ആമുഖം മുതൽ നമ്മൾ നാളെ പഠനം ആരംഭിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി ഇന്ന് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങുക. 2 നിങ്ങളുടെ കൈവശം ബൈബിള്, കാറ്റഗിസം ബുക്ക് ഉണ്ടെങ്കിൽ കാറ്റഗിസം ബുക്ക്, ഒരു നോട്ട് ബുക്ക്, പേന, ഇവയെല്ലാമായിട്ട് നിങ്ങൾ വരിക. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് എടുത്ത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരിചയമുള്ള പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടി ലഭ്യമാകുന്നതായിരിക്കും. ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ID ബിജു ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ആ ഐഡിയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ 2 ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ക്ലാസിന്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് സഭയുടെ പ്രബോധനത്തെ കുറിച്ച് ഉള്ള സംശയങ്ങള്, ഇനി നിങ്ങൾക്കുള്ള നല്ല അറിവുകള്, അതെല്ലാം നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ കൂടെ പങ്കുവെക്കാം. പ്രത്യേകിച്ച് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്ന സംശയങ്ങൾ, നല്ല പ്രത്യേകിച്ച് ബോധ്യങ്ങളൊക്കെ ക്ലാസ്സുകൾ ലഭിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉത്തേജനത്തിന് വേണ്ടി അത് നൽകാവുന്നതാണ്. അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കൊരു ദാഹത്തോടുകൂടി, കൂടുതൽ അറിയാനുള്ള ഒരു ദാഹത്തോടുകൂടിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പം നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കുമ്പോൾ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ISS മിനിസ്ട്രിയെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. നമ്മൾ അധികം ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ കാണാനൊക്കെ ഉപരി ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ നിങ്ങളെ കണ്ടാൽ മതി. നമ്മൾ ദൂരത്തിൽ കുറച്ചുകൊണ്ട് നമുക്ക് തോന്നുമെങ്കിൽ തന്നെ നമുക്കറിയാം സ്നേഹത്തിൽ നമ്മൾ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ ആയിരുന്നുകൊണ്ട് പരസ്പരം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ലാളിത്യത്തിൽ നമുക്ക് അവസാനം വരെ ശ്രദ്ധിക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ ശുശ്രൂഷയും സഭയുടെയും ലോകത്തിൻ്റെയും നാനാവിധ ആവശ്യങ്ങളെയും കൂടി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പൊ നാളെ നമുക്ക് ഇതേ സമയത്ത് തന്നെ കാണാം. ഈശോ നമ്മളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ.